വിശപ്പിൻ്റെ വിളി വന്നു തുടങ്ങി. ഫുഡ് കോർട്ടിലേക്ക് പോയി എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതാട്ടോ ഇവിടുത്തെ ഫുഡ് കോർട്ട്. ബണ്ണും ചിക്കനും മാത്രമേ കിട്ടൂ, അതാണ് പ്രശ്നം. എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാം. അപ്പം ലൈറ്റായിട്ട് കഴിച്ചു. ഇനി ഓസ്ട്രിയൻ വർക്ക് വിസ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനിയിലേക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കുക. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കമ്പനി നമുക്കായിട്ട് ഒരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റായി കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഓസ്ട്രിയൻ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസ്, അതായത് AMS, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് വേണ്ടി അപ്രൂവൽ സാങ്ഷനാക്കും. അതിനുശേഷം അവർ നിങ്ങൾക്ക് ജോബ് കോൺട്രാക്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും അയച്ചു തരും. അതിനുശേഷം നമ്മുടെ ഓസ്ട്രിയൻ എംബസി ഉണ്ടാവും. അവിടേക്ക് നാട്ടിൽ VFS മുഖേന ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് വിസ കിട്ടും. വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഓസ്ട്രിയയിൽ വന്ന് 3 ദിവസത്തിനുള്ളിൽ BFAയിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ഓസ്ട്രിയൻ വർക്ക് വിസ പ്രോസസ്സ്. ഓസ്ട്രിയയിലെ മിനിമം സാലറി എന്ന് പറയുന്നത് 1800 യൂറോ ആണ്. ഇന്ത്യൻ മണി 1,67,000 രൂപയാണ്. ഇനി ഓസ്ട്രിയയിലെ വിവിധ കമ്പനികളിൽ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള നമ്മൾ ഇന്ത്യക്കാർക്ക് നിലവിൽ അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികൾ ഞാൻ ഈ താഴെ പറയുന്നതാണ്. റെഡ് വൈറ്റ് റെഡ് കാർഡ് എന്ന വിസ കാറ്റഗറിയിൽ ഇപ്പം നിലവിൽ ലഭ്യമായിട്ടുള്ള ഒഴിവുകൾ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, IT, നഴ്സസ്, പീഡിയാട്രിക്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, ഫിനാൻസ് മാനേജർ തുടങ്ങിയവയാണ്. അങ്ങനെ ഒരു വലിയ ലിസ്റ്റുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ്. ഇതിനകത്ത് വർക്ക് പെർമിറ്റ് കാറ്റഗറിയിൽ വരുന്നത് ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡറിൽ തന്നെ മിഗ്, ടിഗ് അങ്ങനത്തെ എല്ലാ ടൈപ്പ് വെൽഡേഴ്സും വരുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ക്ലീനർ വരുന്നുണ്ട്, ഷെഫുമാർ വരുന്നുണ്ട്, അതുപോലെ തന്നെ കിച്ചൺ ഹെൽപ്പേഴ്സ് വരുന്നുണ്ട്, സെക്യൂരിറ്റി ഓഫീസേഴ്സ് വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സിൽ എല്ലാ കാറ്റഗറിയിലും വരുന്നുണ്ട്. മേസൺ ആണെന്നുണ്ടെങ്കിലും ടൈലേഴ്സ് ആണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലകളിലേക്ക് ജോലിക്ക് ആ ഒരു കാറ്റഗറി ജോബിനും ആളെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കെങ്ങനെ ഈ ജോലിയിലേക്ക് അപേക്ഷിക്കാം? ഇന്ത്യയിലെ ഒരു ജോബ് ഹയറിംഗ് സിസ്റ്റമല്ല യൂറോപ്പിൽ ഫോളോ ചെയ്യുന്നത്. സാധാരണ ഇന്ത്യയിൽ ഏത് ജോലിക്കാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഒരേ CV ആണ് കമ്പനികളിൽ സമർപ്പിക്കുന്നത്. എന്നാൽ യൂറോപ്പിൽ അങ്ങനല്ല. നമ്മൾ ഏത് ജോലിക്കാണോ അപേക്ഷിക്കുന്നത് ആ ജോലിക്ക് തക്കവണ്ണം നമ്മൾ നമ്മുടെ CV അല്ലെങ്കിൽ ബയോഡാറ്റ തയ്യാറാക്കി വേണം നമ്മൾ കമ്പനിയിൽ സമർപ്പിക്കാൻ. ഇനി CV തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ CV യൂറോപാസ് മോഡലിൽ ആയിരിക്കണം. എന്താണ് ഒരു യൂറോപാസ് മോഡൽ എന്ന് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്പിൽ ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഹയറിംഗ് സിസ്റ്റം അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ഒരു തൊഴിൽ അന്വേഷകൻ എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സ്വാഭാവികമായിട്ടും ഏതൊരു കമ്പനിയിലും വേക്കൻസി വന്നു കഴിഞ്ഞാൽ തൊഴിൽ അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കമ്പനി പരസ്യപ്പെടുത്തും. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണം ഒരു കമ്പനിയിലെ വേക്കൻസികൾ വന്നു കഴിഞ്ഞാൽ ആ സെയിം ജോബിന് അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള ആയിരങ്ങളിലേക്കും 10,000-ങ്ങളിലേക്കുമാണ് ഈ ഇൻഫർമേഷൻ എത്തുന്നത്. അപ്പം 50-ഓ 100-ഓ ജോലികൾക്ക് വേണ്ടി 1000-ഓ 2000-ഓ ആൾക്കാർ അപ്ലൈ ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ബയോഡാറ്റ ആയിരിക്കും നമ്മൾ ഈ കമ്പനികളിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു CV നോക്കാൻ
1 മിനിറ്റ് സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ദിവസം എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്, 480 മിനിറ്റാണ്. ഒരു എച്ച് ആറിന് കൂടി പോയാൽ ഒരു 300 350 ബയോഡാറ്റ നോക്കാൻ പറ്റും. ഇതിനായിട്ട് മാത്രം ഇരുന്നാൽ ഒരു എച്ച് ആറിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ബയോഡാറ്റ മറിച്ച് നോക്കുന്നത് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 3000 ബയോഡാറ്റ നോക്കാൻ തന്നെ ഒരു 15 ദിവസം എടുക്കും. അതൊരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാനും നമ്മുടെ ഈ സാങ്കേതിക വിദ്യയുടെ വളർച്ച കാരണവും ഒരു കമ്പനികളിലെ എച്ച് ആറിനെ സഹായിക്കാൻ ചില സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ATS സോഫ്റ്റ്വെയർ എന്ന് പറയും. അതായത് ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയും. അതായത് നമുക്ക് ഈ ആപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് അപേക്ഷിച്ച CV-കളിൽ നിന്ന് നമുക്ക് കുറച്ച് CV-കൾ പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെയാണ് ഒരു ഹയറിംഗ് പ്രോസസ്സ് നടക്കുന്നത്. കമ്പനികളിലേക്ക് വരുന്ന CV-യിൽ നിന്ന് ATS വെച്ചിട്ടുള്ള സോഫ്റ്റ്വെയറിൽ നിന്നാണ് CV-കൾ സോർട്ട് ചെയ്യുകയാണ്. നമ്മളിൽ ഭൂരിഭാഗം ആർക്കും എന്താണ് ഈ ATS ഫ്രണ്ട്ലി CV എന്നുള്ള കാര്യം അറിയത്തില്ല. നമ്മളുടെ എല്ലാവരുടെയും CV ATS വെച്ച് ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ്. നമ്മൾക്ക് സുപരിചിതമായ ഒരു അനുഭവമല്ലേ. നമ്മൾ എത്രയോ വേക്കൻസികൾക്ക് വേണ്ടി എത്രയോ കമ്പനികളിലേക്ക് നമ്മൾ ബയോഡാറ്റ അയക്കുന്നു, നമുക്ക് യാതൊരു റെസ്പോൺസും ലഭിക്കുന്നില്ലല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ CV-കൾ ATS ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു യൂറോപ്പ CV ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ATS ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ CV എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു 1-2 മിനിറ്റിൽ ഉള്ളിൽ നിൽക്കുന്ന നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, അതായത് യൂറോപ്പിലെ ഒരു കമ്പനിയിൽ ഇരിക്കുന്ന ഒരു HR-ന് ഞാൻ ആരാണെന്നോ അവരാരാണെന്നോ നമുക്ക് തമ്മിലറിയില്ല. അപ്പം നമ്മളെന്താണെന്നും നമുക്ക് കമ്പനിക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നും പറയുന്ന ഒരു 1-2 മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന ഒരു വീഡിയോയും കൂടെ നമുക്ക് വേണം. പിന്നെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യേണ്ട നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ കമ്പനിക്ക് എന്ത് ചെയ്ത് കൊടുക്കാം എന്ന് വേണം പറയാൻ. അല്ലാതെ തുടക്കം തൊട്ടേ ശമ്പളം എത്ര കിട്ടും, എത്ര ലീവ് കിട്ടും, എത്ര മണി വരെ പണിയെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. ഫസ്റ്റിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. അതായത് ആ കമ്പനിക്ക് നമ്മളെ വേണം എന്ന് അവർക്കൊരു തോന്നലുണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിക്ക് സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് അറിയാം, നമ്മളിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അല്ലാതെ നമുക്കവർ എന്ത് നൽകും എന്നുള്ളതല്ല. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ വേണം നമ്മളെപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. അതുപോലെ തന്നെ വീഡിയോയുടെ സൗണ്ടിന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഞാൻ കുറച്ച് ജോലികളിലേക്ക് ഞാൻ അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ച് സാമ്പിൾ ഞാൻ ഇതിനകത്ത് തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഞാനൊരു ഷെഫിൻ്റെ വേക്കൻസിക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. My name is Mohammad Jushi Shahjahan and I am applying for the position of chef at your esteemed establishment. With extensive experience in culinary arts and a passion for creating innovative and delicious dishes, I am confident in my ability to contribute to your kitchen team. I specialize in crafting diverse menus, maintaining high standards of food quality, and ensuring a well-organized, efficient kitchen environment. My commitment to delivering exceptional dining experiences, along with strong teamwork and leadership skills, will help elevate the culinary standard and the customer satisfaction at your restaurant. So, consider. ഞാനൊരു ബില്ലിംഗ് സ്റ്റാഫിൻ്റെ പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. My name is Mohammad Jushi Shahjahan and I am applying for the position of billing staff at your company. Strong attention to detail, accuracy and organization skills. I am confident in my ability to contribute to your team. I have experience in handling billing process, managing invoices and ensuring timely payments, which I believe will help streamline your financial operations. My commitment to efficiency and customer service will ensure that all billing related tasks are completed smoothly and accurately, contributing to the overall success of the company. Thank you. ഞാനൊരു ക്ലീനറിൻ്റെ പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും എടുക്കുന്നത്. My name is Mohammad Jushi Shahjahan and I am applying for the position of cleaner at your company.
With a strong work ethic, attention to detail, and dedication to maintaining cleanliness, I'm confident in my ability to contribute positively to your team. I take pride in creating a clean and healthy environment, ensuring that spaces are always well maintained and presentable. I am eager to bring my skills in sanitization, time management, and reliability to contribute to the smooth operations of your organization. ഞാനൊരു കിച്ചൺ ഹെൽപ്പറിൻ്റെ പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും കൊടുക്കുന്നത്. My name is Muhammad Rishi Shahjahan and I am applying for the position of kitchen helper at your company. I bring a strong sense of teamwork, efficiency and a willingness to assist in all kitchen operations. With my ability to support chef in food preparation, maintain cleanliness and ensure that kitchen tools and equipments are properly organized, I'm confident that I can contribute to the smooth running of your kitchen. My attention to detail and dedication to maintaining high hygiene standards will help create a productive and safe work environment. Thank you. ഞാനൊരു ഫിനാൻസ് മാനേജറിൻ്റെ പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വീഡിയോ ആയിരിക്കും ഞാൻ എടുക്കുന്നത്. My name is Muhammad Rishi Shahjahan and I am applying for the position of finance manager at your company with a solid background in financial management, strategic planning and budgeting. I am confident that I can make a meaningful contribution to your organization. My expertise in analyzing financial data, optimizing resources and ensuring regulatory compliances will help drive the company's financial health and growth. I am committed to delivering accurate financial insights and implementing sound financial strategies that align with the company's objectives, ensuring continued success and profitability. So, I wish join your team. ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഷോർട്ട് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഏത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ഉള്ളത് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിനനുസരിച്ചിട്ട് നമ്മുടെ CV പ്രിപ്പയർ ചെയ്യുക. അത് ATS സോഫ്റ്റ്വെയർ ഇട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ATS ഫ്രണ്ട്ലി ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഒരു മിനിറ്റോ 2 മിനിറ്റിനോ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും കൂടി ഷൂട്ട് ചെയ്യുക. ഓസ്ട്രിയയിലെ ഏതൊക്കെ കമ്പനികളിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന ജോലിക്ക് വേക്കൻസി ഉണ്ടോ ആ കമ്പനികളിലേക്കെല്ലാം നിങ്ങളുടെ CV അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിനോടൊപ്പം കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ CVയും വീഡിയോയും അയച്ചാൽ മാത്രം മതി. യാതൊരുവിധ ചാർജും ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ CV ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയോ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട് എന്നുണ്ടെങ്കിലും ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇച്ചിരി താമസിച്ചാലും ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അപ്പം എൻ്റെ ഫ്ലൈറ്റിന് എനിക്ക് സമയമായി അവർ അനൗൺസ് ചെയ്യുന്നു. അപ്പം വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് യൂറോപ്പിലേക്ക് വരാൻ പറ്റിയ ഏറ്റവും മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ശരി, എള്ളോളം താമസിച്ചാണേലും ഞാൻ എല്ലാവർക്കും മറുപടി തരും. പിന്നെ ഈ അമേരിക്കയും യൂറോപ്പും എന്നൊക്കെ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഉള്ളതാണേ. വാ, കയറുക. അപ്പം ഓക്കെ, ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.